ഞാനതൊന്ന് ഓപ്പണായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം വേറെ റിസ്ക് ഒന്നുമില്ല, മോണിറ്റൈസേഷനൊക്കെ ഓഫ് ചെയ്തിട്ട് പ്രശ്നമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, പക്ഷെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ വരില്ല എന്നേ ഉള്ളൂ. എങ്കിലും അതൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഡ്രീം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് സുപരിചിതരായ അനുവും ചിന്നുവുമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവർ തിരിച്ചറിവുകളുടെ ഒരു കാലത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ഇവർ വരുത്തി വെച്ച കുറെ അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിന്നെ റമ്മിയുടെ ഒക്കെ അങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ ഷവർ പോലെ എടുത്ത് ചെയ്യുമായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അതിൽ നിന്ന് കൂടെ ഒരു ഇൻകം കൊണ്ടാണ് പിന്നെ ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പക്ഷെ അതിലും ഒരു ഫിനാൻഷ്യൽ റിസ്ക് കൊടുത്ത് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഇവർ പറഞ്ഞതുപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് ഇവരുടെ മെയിൻ ചാനൽ ഏകദേശം 2.5-3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മെയിൻ ചാനൽ ടെർമിനേറ്റ് ആയി പോയതാണ്. 3 മാസത്തിന് മുമ്പാണ് ഇവരുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോയത്. ചാനൽ എന്തുകൊണ്ട് ടെർമിനേറ്റ് ആയി എന്നുള്ള വിശദ വിവരങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഗാംബ്ലിങ്ങിനെ യൂട്യൂബ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പണ്ട് ഗാംബ്ലിംഗ് പോലുള്ള പ്രൊമോഷൻസ് ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് മാറി, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് മാറി. അത് മനസ്സിലാക്കാതെ റമ്മി പോലുള്ള ഗാംബ്ലിംഗ് ഗെയിമുകളുടെ പ്രൊമോഷൻ അനു ചെയ്തു, അല്ലെങ്കിൽ ഈ ഡ്രീം റൈഡർ എന്ന യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചു. യൂട്യൂബ് ആദ്യം ഒരു വാണിംഗ് കൊടുത്തു, ശ്രദ്ധിക്കുന്നില്ല. രണ്ടാമതൊരു വാണിംഗ് കൊടുത്തു, ശ്രദ്ധിക്കുന്നില്ല. മൂന്നാമതൊരു വാണിംഗ് കൊടുത്ത് ചാനൽ ടെർമിനേറ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അനുവിന് മനസ്സിലായത്. മൂന്നാമത്തെ പ്രാവശ്യം വാണിംഗ് വന്നപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നില്ല എന്ന നോർത്തിലുള്ള ടീമിനെ അറിയിച്ചപ്പോൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ള രീതിയിൽ അഡ്വൈസ് ചെയ്യുന്നു. അനു അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ഗാംബ്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ പങ്കുവയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു. മെയിൻ ചാനൽ ടെർമിനേറ്റ് ചെയ്തതിനു ശേഷമാണ് അതിന്റെ വില മനസ്സിലായത്, അല്ലെങ്കിൽ വാല്യൂ മനസ്സിലായത് എന്നെല്ലാം അനു പറയുന്നുണ്ട്. ഇപ്പോൾ തന്റെ ചാനലിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ തന്റെ മെയിൻ ചാനലിലായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അത് കണ്ടേനെ, ഇപ്പോൾ കിട്ടുന്ന വ്യൂസിന്റെ ഡബിൾ വ്യൂസ് കിട്ടിയേനെ എന്നുള്ള തിരിച്ചറിവുകളെല്ലാം ഇപ്പോൾ അനുവിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിലൂടെ സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എനിക്ക് വലിയൊരു വിശ്വാസം ഇല്ലായിരുന്നു സെയിൽ നടക്കുമെന്നുള്ളത്. പിന്നെ അങ്ങനെ അത്യാവശ്യം എങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി കൊടുത്തതിന് ശേഷം ഇപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം 3 വർഷം വരെ ഫിനാൻസിങ്ങിന് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഫിനാൻസ് പിന്നെ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാകുമ്പം ഓൾറെഡി ചിന്നുവിൻ്റെ ഗോൾഡെല്ലാം നമ്മൾ അന്ന് സ്ഥലം വാങ്ങിച്ച സമയത്ത് കൊടുത്തതാണ്. അപ്പോൾ കൊടുത്ത് എല്ലാം നമ്മൾ വേറെ പിന്നെ ഗോൾഡൊന്നും ഇല്ലായിരുന്നു. ചിന്നുവിൻ്റെ ഒരു മാലയും പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കമ്മലൊക്കെ അന്ന് കൊടുത്തു. ഇപ്പോൾ ഈ ചെറിയ ഡോട്ട് കമ്മലാണുള്ളത്. അനു ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ വണ്ടി കൊടുക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നു. യൂട്യൂബിൽ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരുന്നപ്പോൾ, വരുമാനം അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടിയപ്പോൾ മേ ബി ഒരു 4 വീലർ എടുത്തതായിരിക്കാം. പക്ഷെ അതിനുശേഷം മെയിൻ ചാനൽ ടെർമിനേറ്റ് ആകുന്നു, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് വീഡിയോസ് ഒന്നും പ്രോപ്പറായി ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഓരോരോ അസറ്റുകളായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ അനുവിന്റെ മുമ്പിലും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെയും ബാധ്യത എടുത്തു വെക്കേണ്ട, ഫിനാൻസ് അടയ്ക്കാൻ വേണ്ടി മാസം മാസം കിടന്ന് ഓടണ്ട. അനു സ്വപ്നം കണ്ട് മേടിച്ച, അല്ലെങ്കിൽ അനുവിന് ആഗ്രഹിച്ച് മേടിച്ച ആ വാഹനം അനു വിറ്റു. ഇത് കൂടാതെ അവർ കുറച്ച് സ്ഥലം മേടിച്ചിരുന്നു. ആ സ്ഥലം മേടിക്കുന്ന സമയത്ത് ചിന്നുവിന്റെ ഗോൾഡും, അല്ലെങ്കിൽ അവർ ചുരുക്കൂട്ടി വെച്ച കുറെ അധികം പൈസകളും അതിനകത്തും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. സ്ഥലം എന്ന് പറയുന്നത് എന്നും ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പണയം വെച്ചോ ഗോൾഡ് വിറ്റോ ഒന്നും സ്ഥലം മേടിച്ചതിൽ ഒരു തെറ്റും കാണാനില്ല. പക്ഷെ വാഹനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസറ്റ് അല്ല. എല്ലാ വാഹനങ്ങൾക്കും റീസെയിൽ വാല്യൂ ഇല്ല. ടാറ്റയുടെ നെക്സോൺ ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനു വാങ്ങിച്ചത്. അതിന്റെ EMI ആയിട്ട് വരുന്നത് ഒരു നല്ല തുക ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ആ തുക അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെയും ആ തുക അടച്ചത് കൊണ്ടും വാഹനം എന്നേക്കും നിലനിർത്തിക്കൊണ്ട് പോകാമെന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും അനു ആ വാഹനം കൊടുത്തു. ഉണ്ടായിരുന്ന ഒരു അസറ്റായ കുറെ ഗോൾഡുകൾ സ്ഥലം മേടിക്കാനായി പണയം വെക്കുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മെയിൻ ചാനൽ ടെർമിനേറ്റ് ആയി പോവുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഒരു വരുമാനം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വരുമാനം കുറയുമ്പോൾ ഇവരുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പോലും ഇവരെ കൊണ്ട് പറ്റാതാവുന്നു. കിട്ടുന്നുണ്ടെങ്കിൽ 18,000 രൂപ ഫിനാൻസിന് പോയി കഴിഞ്ഞാൽ 12,000 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിലൊരു മാസം ഒരു പെട്രോൾ അടിക്കുന്ന 2,000 രൂപ പെട്രോൾ അടിച്ച് മാറ്റിക്കും. 10,000 രൂപയാണ് ഉള്ളത്. ഇതിനിടയ്ക്ക് ചിട്ടി, ചില സമയത്തൊക്കെ മൊബൈൽ ലോണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ചെലവ്, അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ ഭയങ്കര ടൈറ്റായി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഭിമാനവും സെന്റിമെന്റ്സും. ഇതിനകത്ത് അനു പറയുന്ന അനുസരിച്ചാണെങ്കിൽ അനു എടുത്ത വാഹനത്തിന്റെ ഒരു മാസത്തെ EMI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഏകദേശം മെയിൻ ചാനൽ ഉള്ള സമയത്ത് ഇവർക്ക് ഒരു 30,000 രൂപ കിട്ടുമെന്ന് അസ്യൂം ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അനു പറയുന്നത് പോലെ 30,000 രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ, ഈ ഫിനാൻസ് ആയി 18,000 അല്ലെങ്കിൽ 18,000 രൂപ മാറി കഴിയുമ്പോൾ ബാക്കിയുള്ളതിൽ നിന്ന്
ഒരു ചെലവുകൾ എങ്ങനെയാണ് നടക്കുന്നത്? ബാക്കിയുള്ള 12,000 രൂപയിൽ നിന്ന് 2,000 രൂപ പെട്രോളിനായി മാറ്റി വെച്ചാൽ ബാക്കി വെറും 10,000 രൂപയാണുള്ളത്. അനുവിന് 2 മക്കളുണ്ട്, വൈഫുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇവരുടെ എല്ലാം ചെലവുകൾ കഴിയണം. അല്ലെങ്കിൽ അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നുണ്ട് എങ്കിൽ പോലും അനുവിന്റെ സ്വന്തം 2 മക്കളുടെയും ഭാര്യയുടെയും ചെലവുകൾ കഴിയണം. മറ്റു ചില EMI ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങിക്കുന്നു ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ EMI കാണും, ചിട്ടികൾ കാണും, കറണ്ട് ബില്ല്, അങ്ങനെയുള്ള ബില്ലുകളെല്ലാം മാറി വരുമ്പോൾ ഈ 10,000 രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്നിട്ട് തന്റെ കൊത്തിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വണ്ടി എടുക്കാം എന്നുള്ള തിരിച്ചറിവിലേക്ക് അനു എത്തുകയായിരുന്നു. പക്ഷെ ഇതെല്ലാം തിരിച്ചറിവുകളാണ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അബദ്ധങ്ങളാണെന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അഹങ്കാരത്തിന്റെ ഒരു ഫലമാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അനുവും ചിന്നുവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേറൊരു ജോലിക്ക് പോകുന്നില്ല. റീസെന്റ് ആയിരിക്കണം അനു മറ്റേതെങ്കിലും ഒക്കെ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടാവുക. നേരത്തെ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവരുടെ പല വീഡിയോകളും കണ്ടതിന്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നത് അനുവും ചിന്നുവും വേറൊരു ജോലിക്ക് പോകുന്നില്ല. ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയായിരുന്നു. ഏകദേശം 30,000 രൂപ മാത്രമാണ് ഇൻകം ഇവർക്ക് മാസം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. യൂട്യൂബ് എന്നും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം തരില്ല. മാസം മാസം അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ വീഡിയോ ഒരു ദിവസം റീച്ച് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇൻകം സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ രണ്ടുപേരും യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് തന്നെ അവർക്ക് പറ്റിയ ഒന്നാമത്തെ തെറ്റാണ്. അതിനോട് എനിക്ക് വലിയ താല്പര്യം ഫസ്റ്റ് 2-3 തവണ തന്നെ വാണി വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചെയ്യണ്ട, പക്ഷെ നമ്മളെ കയ്യിലെ ഫാൾട്ടായിരിക്കും നമ്മളെല്ലാം. ചിന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പൈസക്ക് പൈസ തന്നെയാണ്. ഈ പൈസയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നതിനുള്ള 2 കൽപ്പി ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടിനായിട്ട് നമുക്കിപ്പോൾ വീഡിയോയിൽ ഒരു ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ട് ബാക്ക് സപ്പോർട്ട് തരണം. ഇതങ്ങനെയൊന്നുമില്ല. ഇവർക്കൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുക, ഓരോ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയുള്ളൂ. പിന്നെ നോക്കുന്നുണ്ടില്ല എന്നല്ല എങ്കിൽ പോലും പറയുമ്പോൾ ഇതിനൊക്കെ ഒരു ഫണ്ട് വേണ്ടേ. നമുക്ക് നമ്മുടെ കയ്യിലൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാക്കണം. ഒരാൾ കിടന്ന് പിന്നെ ഇതെല്ലാത്തിനും കൂടെ കിടന്ന് ഓടുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ ചിൻ്റെ അടുത്ത് പറഞ്ഞു ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു മാസം ഒരു $50 കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ മാസം $100 8,000 രൂപയായി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും പറ്റില്ല. അഭിപ്രായം പറയാനൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്യാനാണ് എല്ലാവർക്കും പാട്. ഈ പറയണ ചിന്നുവിന് എഡിറ്റിംഗ് ആയാലും പിന്നെ വീഡിയോ എടുക്കാനായാലും കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പം പൊന്നു വ്ളോഗ് ചെയ്യുന്നുണ്ട്, ആ ഒരു ചാനലിലുണ്ട്. അത് അവളുടെ ഒരു കഴിവ് തന്നെയാണ്. എന്തോ ചിന്നു ആ ഒരു ഇതിൽ ഒറ്റയ്ക്കൊക്കെ ചിന്നുനെ കൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ പക്ഷെ എല്ലാ സ്ഥലത്തിലും ഓരോ ആള് കാണും. കാരണം അനു ഇതിനകത്ത് ചിന്നുവിനെ വളരെയധികം കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ വിമർശിക്കുന്നുണ്ട്. അനുവിന്റെ അഭിപ്രായത്തിൽ ചിന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും എന്നല്ലാതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള ചെറിയ ചെറിയ വ്ളോഗുകളോ വീഡിയോകളോ ഒന്നും എടുത്ത് തന്നെ അനുവിനെ ഒന്ന് ബാക്ക് സപ്പോർട്ട് ചെയ്യില്ല. പകരം വണ്ടി വിൽക്കണ്ട, കാര്യങ്ങൾ നടന്നോളും എന്നൊക്കെ പറയുമ്പോഴും പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ എന്നാണ് അനു ചോദിക്കുന്നത്. ചിന്നു ഇങ്ങനെ ഓരോരോ ഉപദേശങ്ങൾ തരും, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയും, വിമർശിക്കും എന്നല്ലാതെ ഒരു വീഡിയോ ചെയ്ത് ബാക്ക് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എന്നാണ് അനു പറയുന്നത്. തീർന്നില്ല, ഇനിയും ഉണ്ട് അനുവിന് ചിന്നുവിനെ കുറിച്ച് പറയാൻ. ചിന്നു ആണെങ്കിൽ പിന്നെ ഇച്ചിരി വൃത്തിക്കൊക്കെ വന്ന് നിൽക്കുന്നില്ല. പിള്ളേർക്ക് ഡ്രസ്സിന്റെ കേസ് യൂട്യൂബിനൊക്കെ ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ചിന്നുവിൻ്റെ ആണെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നല്ല കോലത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പറയും, ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാത്തതാണ്. ഞാൻ പറയുന്നത് നല്ലൊരു കോലത്തിൽ ഈ അടുക്കളയിലൊക്കെ നിൽക്കുന്നതാണെങ്കിലും ഇവിടെ വേറെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. അനു പറയുന്നത് അനു എന്നും ചിന്നുവിനോട് പറയാറുണ്ട് വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് വൃത്തിക്കും മെനക്കും വന്ന് നിൽക്കാനെന്ന്. പക്ഷെ ചിന്നു അതൊന്നും ചെയ്യാത്തതാണ്. ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടോ അനു ഉപദേശിക്കാത്തത് കൊണ്ടോ അല്ല, ചിന്നു നല്ല രീതിയിൽ വസ്ത്രം അണിഞ്ഞ് വീഡിയോയുടെ മുമ്പിൽ വന്ന് മനഃപൂർവ്വം നിൽക്കാത്തതാണ് എന്നാണ് അനു പറയുന്നത്. പണ്ട് പ്രൊമോഷൻ ഒക്കെ ഒത്തിരി കിട്ടിയിരുന്നു, പ്രൊമോഷന്റെ ഭാഗമായി ഒത്തിരി ഡ്രസ്സുകളും കിട്ടിയിരുന്നു. ആ ഡ്രസ്സുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴോ എല്ലാം മുഷിഞ്ഞ വസ്ത്രത്തിൽ തന്നെ ഒരു വൃത്തിയില്ലാതെ തന്നെയാണ് ചിന്നു വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കോളൂ എന്നാണ് അനു പറയുന്നത്. ഇപ്പോൾ കൊളാബറേഷൻസ് ഒന്നും വരാറില്ല. ഇൻസ്റ്റഗ്രാമിലോട്ടൊന്നും ചിന്നു തിരിഞ്ഞു പോലും നോക്കാറില്ല. ചിന്നു ഇനാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കൊളാബ്സോ അല്ലെങ്കിൽ പ്രൊമോഷൻസോ ഒന്നും ഇപ്പോൾ വരുന്നില്ല എന്നൊരു ചെറിയ പരാതി കൂടി അനു പറയുന്നുണ്ട്. അനു ചിന്നുവിനെ ഇത്രയധികം വിമർശിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം ചിന്നു ഒരു ചെറു ചിരിയോടെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തന്റെ വൈഫിനെ ഇങ്ങനെ മറ്റുള്ളവർക്കും കൂടെ വിമർശിക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്ന രീതി ഒട്ടും അനുയോജിക്കാൻ പറ്റുന്നതല്ല. അവരുടെ കുടുംബമാണ്, അല്ലെങ്കിൽ അനുവിന്റെ ഭാര്യയാണ്, അനുവിന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അനു പറയാൻ ആഗ്രഹിക്കുന്നത് ഭാര്യനെ കുറിച്ച് അനുവിന് പറയാം. പക്ഷെ എങ്കിൽ പോലും ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നത് സംസാരിക്കണോ വേണ്ടയോ എന്ന് അനു ഒന്നുകൂടി ചിന്തിച്ചാൽ നന്നായിരുന്നു. 2 മക്കളുടെ അമ്മയാണ് ചിന്നു. ചിന്നു സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരുപക്ഷെ അനു പറയുന്നത് അത്രയും ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ ചിന്നുവിനെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. ചിന്നു ഞാൻ മനസ്സിലാക്കിയിടത്തോളം അധികം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നില്ല. അവരുടെ അനുഭവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ലേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ തന്നെ മക്കൾ ഉണ്ടായിട്ടും വർക്ക് ചെയ്യുന്ന എത്രയോ അമ്മമാർ നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോ ഉണ്ട് അല്ലെ. അതുകൊണ്ട് വീട്ടിലെ പണികളെല്ലാം തീർത്ത് മക്കളെ എല്ലാം ഒരുക്കി സ്കൂളിൽ വിട്ടതിന് ശേഷവും ജോലിക്ക് പോവുകയും
ഹസ്ബൻഡിനും കുടുംബത്തിനും ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒത്തിരി അമ്മമാരെ നമുക്കറിയാം, അല്ലെങ്കിൽ ഭാര്യമാരെ നമുക്കറിയാം അല്ലെ. ഒരു കുടുംബം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ 2 മക്കൾ ഉള്ളത് കൊണ്ടോ ഹസ്ബൻഡിനെയോ ഫാമിലിനെയോ ഫിനാൻഷ്യലി ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. പൂർണ്ണമായും ചിന്നുവിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചിന്നുവിനെ വിമർശിക്കാനായി ഇട്ട് കൊടുക്കണമായിരുന്നോ എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത് എന്നുള്ളതാണ് അനു ഒന്നുകൂടെ ചിന്തിക്കേണ്ടത്. വൃത്തിയില്ലാത്ത വസ്ത്രത്തിലെ വന്ന് നിൽക്കൂ, എത്ര നല്ല വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും എത്രത്തോളം ഞാൻ ഉപദേശിച്ചാലും ചിന്നു അങ്ങനെ വന്ന് നിൽക്കൂ എന്നുള്ള രീതിയിലുള്ള കമന്റുകളും എന്നുള്ള രീതിയിലുള്ള കളിയാക്കലുകളും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു ഭാര്യനെ ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസർക്ക് ചേർന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ വീഡിയോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതലും കാണുന്നത് ഫാമിലിയാണ്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യരാണ്, അവർക്കും തെറ്റുകൾ പറ്റാം. പക്ഷെ എങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് ഇതുപോലെ കുടുംബത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ മോശമായ രീതിയിൽ നടത്തരുത് എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ നന്മകളും നിങ്ങളുടെ പോസിറ്റീവുകളും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ അബദ്ധങ്ങളും നിങ്ങളുടെ തിരിച്ചറിവുകളും എല്ലാം വീഡിയോയിൽ പങ്കുവെക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഭാര്യനെ വിമർശിക്കുന്ന കളിയാക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പങ്കുവെക്കാതിരിക്കുന്നതായിരിക്കും ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്നതെന്ന് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇവരുടെ വീഡിയോസ് ആദ്യം മുതൽ ഫോളോ ചെയ്തവർക്കറിയാം, ഇവർ വാടക വീട് എടുത്ത് മാറിയിട്ടുണ്ട്, വാടക വീട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അതിലേക്കെല്ലാം ഇവർ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു വീട് ഉള്ളപ്പോൾ പെട്ടെന്ന് അങ്ങനെ രണ്ടാമതൊരു വാടക വീട് എടുത്ത് മാറേണ്ടതോ അല്ലെങ്കിൽ ആ വാടക വീട് മോഡിഫൈ ചെയ്യാൻ അതിലേക്ക് നല്ല രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരുടെ വീഡിയോകളിൽ തന്നെ ഇവർ പങ്കുവെക്കുന്നതനുസരിച്ച് ചിന്നുവും അനുവിന്റെ കുടുംബവുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ല എന്ന് തോന്നുന്നു. അത് നമുക്ക് ഒരാളുടെ പ്രവൃത്തിയിലോ ഒരാളുടെ വാക്കുകളിലോ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ തംബ്നെയിൽസും ഇവരുടെ വീഡിയോകളിലെ പല ക്യാപ്ഷൻസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ചിന്നുവും അമ്മയും വീണ്ടും ഒന്നിച്ചു, ചിന്നുവും അമ്മയും ഇനി മുതൽ ഒരുമിച്ചുണ്ടാകും എന്നുള്ള തംബ്നെയിലൊക്കെ ഇവർ പങ്കുവെക്കുമ്പോൾ ചിന്നുവും അനുവിന്റെ അമ്മയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് സെക്ഷനിലും അത് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സമൂഹത്തിലേക്ക് എടുത്തിടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നിങ്ങൾ സമൂഹത്തിലേക്ക് എടുത്തിടുന്നത് പൂർണ്ണ മനസ്സോടെ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന വിമർശനങ്ങളും ഇങ്ങനെ വരുന്ന കമന്റുകളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. മെയിൻ ചാനൽ ടെർമിനേറ്റ് ആയി പോയതിൽ അനുവിന് വിഷമമുണ്ട്, അതുപോലെ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും വിഷമം ഉണ്ടായിരിക്കും. അതൊരു തിരിച്ചറിവാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് ഗൈഡ് ലൈൻസ് എല്ലാം വായിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നമുക്ക് പണം തരുന്നത് ഏത് പ്ലാറ്റ്ഫോം ആണോ ആ പ്ലാറ്റ്ഫോമിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ നമ്മൾ കളിക്കാവുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് അല്ലെ. അനു തന്നെ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. ആദ്യമൊന്നും ആ ചാനൽ പോയതിൽ എനിക്ക് അത്ര വിഷമം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. എന്റെ ഈ സബ് ചാനലിൽ വ്യൂസ് കുറയുമ്പോഴാണ് എനിക്ക് എന്റെ മെയിൻ ചാനലിന്റെ വില മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അത് കുടുംബമായാലും മെയിൻ ചാനൽ ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഉള്ളപ്പോൾ നമുക്ക് അത്ര വില മനസ്സിലാകണമെന്നില്ല, നഷ്ടമായി കഴിയുമ്പോഴാണ് അതിന്റെ വില യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. തിരിച്ചറിവുകൾ നല്ലതാണ്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വരവിനനുസരിച്ച് മാത്രമേ ചെലവാക്കാവുള്ളൂ. സ്റ്റേബിൾ ആയിട്ടൊരു ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ വാഹനമോ അല്ലെങ്കിൽ വീടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഒന്നിലധികം വട്ടം ആലോചിക്കണം. ആരോഗ്യവും അറിവും ഉള്ളിടത്തോളം കാലം ഏതൊരു മനുഷ്യൻ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മെയിൻ ചാനൽ പോയി എന്നുള്ളതോർത്ത് ഇനി അധികം വിഷമിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന ടാങ്കിൽ ഇനിയെങ്കിലും ബ്ലോഗുകൾ ചെയ്യുമ്പോൾ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ബ്ലോഗുകൾ ചെയ്യാൻ ശ്രമിക്കുക, വരവിനനുസരിച്ച് ചെലവാക്കാൻ ശ്രമിക്കുക. വീട്ടിലെ പ്രശ്നങ്ങളും ഭാര്യയുമായിട്ടുള്ള സ്വരച്ചേർച്ചകളും എല്ലാം സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് എടുത്തിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇനി സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് എടുത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന വിമർശനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മുമ്പോട്ട് പോകുന്ന വഴികളിൽ ഇതുവരെ സംഭവിച്ച അബദ്ധങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം അല്ലെ. ഞാനിപ്പോൾ പങ്കുവച്ചത് ഇവരുടെ വീഡിയോകൾ കാണുന്ന ഒരു പ്രേക്ഷക അല്ലെങ്കിൽ ഇവരുടെ കമന്റുകൾ വായിക്കുന്ന ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിലുള്ള എന്റെ അഭിപ്രായങ്ങളും എന്റെ കാഴ്ചപ്പാടുകളും മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.